മുറുക്കാൻ പിശാച് കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ വലിയ പാടാ. ഞാൻ ഓർമ്മിക്കുക, ഒരു ഹിന്ദു സഹോദരൻ മുറുക്കാൻ നിർത്താൻ വേണ്ടിയിട്ട് മുറുക്ക് നിർത്താൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നപ്പോൾ പുള്ളി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു വന്നതാണ്. പക്ഷെ മുറുക്കാതിരുന്നപ്പോൾ വല്ലാത്ത അസ്വസ്ഥത തോന്നി, വായക്കിട രക്തം വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു പ്രാവശ്യമൊന്നും മുറുക്കി കാച്ചോ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇതിന് വേണ്ടിയിട്ട് വന്നതാ, എന്ത് രക്തം വന്നാലും വേണ്ടില്ല, തല പോയാലും വേണ്ടില്ല, ഞാൻ നിർത്തിയിട്ടേ പോകുന്നു. അങ്ങനെ പുള്ളി നിർത്തി. ഇപ്പോഴും വിളിക്കാറുണ്ട്. 8-10 വർഷം കഴിഞ്ഞു. ആ മനുഷ്യനെ ഞാൻ ഓർമ്മിക്കുക, ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കാറുണ്ട്. അച്ചോ, ആ മുറുക്കാൻ നിർത്തിയതിലുണ്ടായ സന്തോഷം. ഇപ്പം എനിക്ക് എൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ട്. ഈ മുറുക്കി കഴിഞ്ഞാൽ വീട്ടുകാർക്കും ഇഷ്ടമില്ല, നാട്ടുകാർക്കും ഇഷ്ടമില്ല. കണ്ടോടത്തിലൊക്കെ മുറുക്കി തൂപ്പി മെനകേടാക്കി എടുക്കുന്ന തലങ്ങൾ. വടക്കേ ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും വഴിയിലും തിയേറ്ററിലും ഒക്കെ മുറുക്കി തൂപ്പി കാണാൻ സാധിക്കും. ഈ പിശാചിനെ നമ്മൾ ഓടിക്കണം. ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതങ്ങ് നിന്നോളും. അച്ഛൻ വിട്രോവൽ സിൻഡ്രോം ഉണ്ടാകും, വായകിട ചന്നമന്നം, വെള്ളം വരും, തലവേദന തോന്നും, അസ്വസ്ഥത ഉണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവേ, പിശാചിനെ ഓടിക്കാനുള്ള കൃപാവരം നൽകണമേ. മുറുക്കിൽ നീ മക്കളെ രക്ഷിക്കണമേ. ഇവരെ സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. ധൈര്യപൂർവ്വം ഇതിനെ അഭിമുഖീകരിക്കുവാനുള്ള ശക്തി നൽകണമേ. ഈ മുറുക്കുന്ന സ്വഭാവത്തിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. ഇങ്ങനെയുള്ള മക്കളെ ഫോണിലൂടെ സഹായിക്കാം. 9447465414 വിളിക്കാം. മുറുക്കാൻ, പാൻപരാഗ്, ഹാൻസ്, ബീഡി വലി, പുകവലി, സിഗരറ്റ് വലി എല്ലാം നിർത്താം കേട്ടോ, പേടിക്കേണ്ട. മദ്യപാനവും നിർത്താം. ഫോണിൽ വിളിക്കുക, സഹായിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. യേശുവും മിശിഹായ്ക്കും സ്തുതിയായിരിക്കും.